ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? അൽഹംദുലില്ലാഹ്, സുഖം തന്നെയല്ലേ? ശരിക്കും ഒരു നല്ല കല്യാണം നടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ദമ്പതികളെ കിട്ടിക്കൊണ്ട് നല്ലൊരു വിവാഹം നടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറ്റി പൊരുത്തപ്പെട്ട് നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ആർക്കും ആ ഒരു ദാമ്പത്യ ജീവിതം അധികം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പലർക്കും പല പ്രശ്നങ്ങളാണ്. പലരും വിവാഹ ജീവിതത്തിൻ്റെ വില അറിയാതെ, അതിൻ്റെ മഹത്വം അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കലഹിച്ച് ജീവിക്കുന്നവരാണ്. ഇന്ന് നമ്മുടെ ഇടയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മിക്ക ജീവിതവും അങ്ങനെയാണ്. നല്ലൊരു ഭാര്യയെ കിട്ടിക്കഴിഞ്ഞിട്ട്, നല്ലൊരു ഭർത്താവിനെ കിട്ടിക്കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സ്നേഹമില്ലാതെ കഴിയുന്ന എത്രയോ വീടുകൾ എനിക്കറിയാം. അവരുടെ ഇടയിലുള്ള പ്രശ്നം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഒരുമ ഇല്ലായ്മ, പരസ്പരം തുറന്നുള്ള സംസാരമില്ലായ്മ, പലതും മറച്ചു വെച്ചുള്ള ജീവിതം, സംശയം, അങ്ങനെ പല കാരണങ്ങളാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ, ഞങ്ങളുടെ വീടിൻ്റെ 2-3 വീടപ്പുറം, 2 വീടപ്പുറം, 3 വീടൊന്നുമല്ല, 2 വീടപ്പുറത്ത് ഒരു ഞങ്ങൾ അയൽവാസിയുണ്ട്. അവിടുത്തെ ഒരു മോന്, 3ാമത്തെ മോന്, അവിടുത്തെ ചെറിയ മോനാണ്. 3 മക്കളാണ് അവർക്കുള്ളത്. അപ്പം അവിടുത്തെ ചെറിയ മോന് UK-യിലായിരുന്നു പഠിച്ചിരുന്നത്. അവിടെ പഠിച്ച് അവിടെ ജോലിയൊക്കെ ആയിട്ട് അങ്ങനെ ഇപ്പോൾ നാട്ടിലേക്ക് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് വന്നു. അങ്ങനെ നാട്ടിലേക്ക് വന്നിട്ട് വലിയ ഡിമാൻഡുകളൊക്കെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. കുട്ടിക്ക് അങ്ങനെ വേണം, അങ്ങനെ വേണം, വിദ്യാഭ്യാസം, അത് പിന്നെ വലിയ വീട്, അങ്ങനെ അത്യാവശ്യം സ്വത്ത് മുതലൊക്കെ വേണം, കുട്ടി ഭംഗി വേണം, അങ്ങനെ പല ഡിമാൻഡുകളുണ്ടായിരുന്നു. ലാസ്റ്റ് പെണ്ണ് ശരിയാകാതെ ആയിട്ടാണ് തോന്നുന്നത്. ഞങ്ങൾക്കൊക്കെ വിളിച്ച് മെസ്സേജൊക്കെ വിട്ടിരുന്നു, ഏതെങ്കിലും നല്ല കുട്ടികളുണ്ടെങ്കിൽ പറഞ്ഞു തരണം, പാവപ്പെട്ട വീട്ടിലെ കുട്ടികളായാലും വേണ്ടിയില്ല, പിന്നെ നല്ല സ്വഭാവമുള്ള കുട്ടികളാവണം, പിന്നെ മറ്റുള്ള ആൾക്കാരോടൊന്നും അഫയറോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവരുത്. ഇപ്പം പല പെണ്ണ് കാണാൻ പോയി കഴിഞ്ഞാൽ ഉള്ള സംഭവമാണ് ആ കുട്ടിക്ക് വേറെ ആരെങ്കിലും ഉണ്ടെന്ന് പറയാം. ചിലപ്പോൾ ആ കുട്ടീനെ തുറന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ തന്നെ പറയും ആ കുട്ടിക്ക് വേറെ ആളായിട്ടും സ്നേഹത്തിലാണ്, പിന്നെ അപ്പോൾ അതുകൊണ്ട് ആ കുട്ടീനെ കെട്ടിക്കൂല അറിയും. നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ, ചില നിക്കാഹുകളൊക്കെ ഭയങ്കര ആർഭാടത്തോടു കൂടി സന്തോഷത്തോടു കൂടിയിട്ടേ കാര്യം കഴിയാം. പക്ഷേ ഈ ഒരു പെണ്ണിന് മറ്റാരെങ്കിലുമായിട്ട് സ്നേഹബന്ധം ഉണ്ടായിട്ടുണ്ടാവും. എന്നിട്ട് താൽക്കാലികമായിട്ട് ഈ ഒരു നിക്കാഹിൽ പങ്കെടുത്തിട്ട് അത്രയും പൈസയും എല്ലാം അവരുടെ മനസ്സമാധാനം വരെ കളഞ്ഞിട്ട് പിന്നെ ആ സ്നേഹിച്ച ആളുടെ കൂടെ പോകുന്ന എത്രയോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ കേൾക്കാറില്ലേ. അങ്ങനെയൊക്കെ അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ പറയുകയാണ് വേണ്ടത്. അല്ലാതെ മറ്റൊരാളെ ബലിയാടാക്കി പിന്നെ അതൊരു 2ാം വിവാഹക്കാരനാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കുകയാണ് ശരിക്കും വേണ്ടത്. ഇന്നത്തെ കാലത്ത് പഴയ കാലം പോലെയല്ല, ആൺകുട്ടികൾക്കാണ് പെണ്ണ് കിട്ടാത്തത്. അവർക്ക് കെട്ടാത്ത ചെറുക്കന്മാർക്ക് തന്നെ പെണ്ണ് കിട്ടുന്നില്ല. അപ്പോൾ ഒന്ന് കെട്ടി ഒഴിവാക്കിയതാണെന്ന് പറഞ്ഞാൽ കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടും പ്രയാസം എത്രത്തോളം ഉണ്ട്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു ചതിയിലൊന്നും ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഇങ്ങനെയുള്ള ആൺകുട്ടികളെ പെടുത്താതിരിക്കുക. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേൾക്കണോണ്ട് ഇക്കാലം ഞങ്ങൾ അയൽവാസിത്താത്ത പറഞ്ഞത്, ഇങ്ങനെയുള്ള പെൺകുട്ടികളൊന്നും ആവരുത് കിട്ടുന്നത്, നല്ലൊരു കുട്ടിനെ കിട്ടിയാൽ മതിയെന്ന്. ഇപ്പോഴത്തെ കാലത്ത് ഏത് കുട്ടികളെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ള നല്ല കുട്ടികളെ കിട്ടുകയാണെങ്കിൽ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ എന്തായാലും 2 ദിവസം മുമ്പ് താത്ത ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, പിന്നെ മോന് ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ പറഞ്ഞു ഞങ്ങളോട്, മോന് പിന്നെ UK-ക്ക് തന്നെ തിരിച്ചു പോയി, പെണ്ണ് ശരിയായിട്ടില്ല, പ്രായമാണെങ്കിൽ അത്യാവശ്യം ആയും ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടി കഴിയട്ടെ, എന്നിട്ട് കെട്ടാനങ്ങടെ അങ്ങനെ നിന്നതായിരുന്നു. അങ്ങനെ പോയി ഭയങ്കര ഒരു സങ്കടം പറയുക, പെൺകുട്ടികളെ തിരഞ്ഞിട്ട് കിട്ടണില്ല. ഇപ്പോൾ എനിക്ക് തോന്നുക എൻ്റെ കുട്ടീനോട് ആരെങ്കിലും ആയ ഒരു കാലത്ത് ഏതെങ്കിലും ഒരു പെൺകുട്ടീനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ കുട്ടിക്ക് കല്യാണം ശരിയായിരുന്നു. അന്നൊക്കെ എൻ്റെ കുട്ടീനോട് ഞാൻ പറയുന്നു. പിന്നെ നമ്മൾ അതിനെ പറയല്ലേ, പണ്ടൊക്കെ പഠിക്കുന്ന കാലത്ത് വേണ്ടാത്ത ചീത്ത കൂട്ടത്തിലൊന്നും പെടരുത്, അന്യ പെണ്ണുങ്ങളുമായിട്ടൊന്നും ഉണ്ടാവരുതെന്നൊക്കെയല്ലേ പറയല്. ഇപ്പം എല്ലാവരും നേരെ മറിച്ച് പറയാൻ തുടങ്ങിയേക്കാണ്. നല്ല കുട്ടികളെ ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇപ്പം തന്നെ സ്നേഹിച്ച് വെച്ചോളൂ, ഇപ്പോൾ പെണ്ണ് കിട്ടാത്തൊരു കാലമാണെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ അയൽവാസി താത്തപ്പോൾ അതാണ് പറയുന്നത്, എൻ്റെ കുട്ടീനോട് അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കുട്ടിക്കൊരു പെണ്ണായിരുന്നു, ഇനിയിപ്പോൾ എവിടുന്ന ഒരു പെണ്ണ് ശരിയാകുക. അങ്ങനെ സങ്കടം പറഞ്ഞു. എന്തായാലും എൻ്റെ കുട്ടി പോയി കല്യാണമൊന്നും ശരിയാവാതെ ഇനിയിപ്പോൾ കുറച്ച് വർഷം കഴിയാതെ വരൂല എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ഒരു സങ്കടം പറഞ്ഞിട്ടോ. ഞങ്ങൾക്ക് എന്നെ കേട്ട് ഭയങ്കര ഒരു സങ്കടമായി. താത്ത പറഞ്ഞത് സത്യം തന്നെയാണ്. ഇപ്പോൾ ഞങ്ങളെ വീടിൻ്റെ 2-3 വീടുകളിൽ കല്യാണം കഴിഞ്ഞു. ആൺകുട്ടികൾ കല്യാണം കഴിച്ച് കൊണ്ടുവരും ചെയ്തു, പെൺകുട്ടികളെ കെട്ടിക്കുകയും ചെയ്തു. അവരൊക്കെ ലവ് മാരേജാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ലവ് മാരേജ് ആയതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കല്യാണം ശരിയാവാത്തത്. ആദ്യമൊക്കെ പെൺകുട്ടിയൊക്കെ ഇന്ന് കല്യാണം ശരിയാകാത്തത്. പെൺകുട്ടികളുള്ള വീട്ടിലൊക്കെ പെൺകുട്ടികളെ കെട്ടിച്ച് വിടാനുള്ളൊരു പ്രയാസം എത്രത്തോളം ഇന്ന്. ഒരുപാട് സ്വർണം കൊടുക്കണം, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കാണാൻ ഭംഗി കുറവ്, കളർ കുറവൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടിനൊക്കൊന്നും നല്ലൊരു കല്യാണം ശരിയാവില്ല. കല്യാണം ശരിയാകാൻ ഒരുപാട് വൈകും. ഇപ്പോൾ നേരെ മറിച്ചാണ്. കുട്ടി ഭംഗി വേണമെന്നില്ല, ഒരുപാട് സ്വത്തും മുതലും വേണമെന്നില്ല,
അങ്ങനത്തെ കുട്ടികൾക്ക് വരെ ഇപ്പോൾ കല്യാണം കഴിപ്പിച്ച് വിടാതെ ജോലി ആവോളം പഠിപ്പിക്കുക. ഒരു കല്യാണം ചോദിച്ച് വന്നാൽ കെട്ടിക്കൂല എന്നാണ് ഇപ്പോൾ പറയൽ. അത്രത്തോളം പെൺകുട്ടികൾക്ക് ഡിമാൻഡ് കൂടിയ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ഇതുപോലെ ചതിയിൽപ്പെട്ട് ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒഴിവാക്കി രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ വേണ്ടി നിന്നാൽ നല്ലൊരു കുട്ടീനെ കിട്ടാനേ ഇല്ല, അവർക്ക് തീരെ കിട്ടുന്നില്ല. പിന്നെ എത്രയോ ചില ആളുകളൊക്കെ ഉണ്ട് ഡൈവേഴ്സായ ഒരു കുട്ടിയൊക്കെയുള്ള പെണ്ണിനെ കിട്ടുന്ന ആ ഒരു കാലഘട്ടത്തേക്ക് എത്തിക്കണം ഇപ്പോൾ നമ്മളെ കാലം. കുറച്ച് മുമ്പുള്ള കാലങ്ങളിലൊക്കെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ മരുമക്കൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അമ്മായിമ്മമാർക്കൊക്കെ റെസ്റ്റ് ചെയ്യുന്നു. അടുക്കള ഭരണം എല്ലാ കാര്യങ്ങളും, ആ വീട്ടിലത്തെ ജോലിയും ഇവനും എത്ര അറിയാത്ത കുട്ടിയാണെങ്കിലും പഠിച്ചെടുത്ത് ആ വീട്ടിലെ ജോലിയൊക്കെ ചെയ്തെങ്ങാണ്ട് ആ വീട്ടിൽ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ഒരു കാലമായിരുന്നു. ഇപ്പോഴത്തെ കാലം അങ്ങനെയല്ല. മരുമക്കൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം കാലഘട്ടത്തിൽ ഞാനിപ്പോൾ കുറച്ച് മുമ്പൊക്കെ അമ്മായിമ്മമാരെയും ആ വീട്ടിലുള്ളവരെയൊക്കെ മരുമക്കൾ നോക്കിയിരുന്നു. ഇപ്പോൾ നേരെ മറിച്ചാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് മരുമക്കൾ വന്നു കഴിഞ്ഞാൽ അവർ ജോലിക്ക് പോകുന്നവരായിരിക്കും, ചിലപ്പോൾ പഠിക്കാൻ പോകുന്നവരേക്കാരം. അപ്പോൾ നേരത്തെ നീച്ചിങ്ങാണ്ട് അമ്മായിമ്മമാർ അവർക്കുള്ള ഫുഡൊക്കെ ഒരുക്കി വെച്ച് എന്തെങ്കിലും ചെറുതായിട്ടുള്ള ജോലിയൊക്കെ അവർ ചെയ്തിട്ട് അവർ ജോലിക്ക് പോകുക അല്ലെങ്കിൽ പഠിക്കാൻ പോകുക. അങ്ങനെ ഇപ്പോൾ അങ്ങോട്ട് അമ്മായിമ്മമാർ നോക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഞങ്ങളോട് കുറച്ച് മുമ്പ് ഒരാൾ പറഞ്ഞു, ഇപ്പോൾ പെൺകുട്ടികളുടെ ബാപ്പമാർക്കാണ് അഹങ്കാരം കൂടുതൽ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെൺകുട്ടികളെ കെട്ടിക്കോ എന്ന് ചോദിച്ചാൽ ആരും കെട്ടിക്കണില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പെൺകുട്ടികൾ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാപ്പാർക്കൊരു അഹങ്കാരം അഭിമാനമൊക്കെയാണ്. ശരിക്കും ഞാൻ പറഞ്ഞത് സത്യമല്ലേ? പെൺകുട്ടികൾ ഉണ്ടാകുന്ന പാർക്കിപ്പോൾ ഭയങ്കര ഒരു അഹങ്കാരം ഗമയൊക്കെയാണ്. 2-3 പെൺകുട്ടികളുണ്ടാകാനൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ പണ്ടത്തെ മാതിരിയല്ലേ. പെൺകുട്ടികളൊക്കെ നല്ല പഠിക്കണം, നല്ല ജോലിയുണ്ട്, നല്ല ആൾക്കാർ, സ്വത്തും മുതലൊന്നും കൊടുക്കാതെ തന്നെ നല്ല പൈസയുള്ള ആൾക്കാരനെ, നല്ല ജോലിയുള്ള ആൾക്കാരെ കെട്ടിക്കൊണ്ടുപോകുക. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയതുകൊണ്ട് ഇപ്പം പെട്ടെന്ന് കെട്ടിക്കണം എന്നുള്ളൊരു പേടിയോ വേജാറോ ഒന്നുമില്ല പെൺമക്കളായിട്ട്. ഇപ്പോൾ തെറ്റല്ലാത്തൊരു വഴിയിലൂടെ പ്രണയിക്കാതെ വിവാഹം കഴിക്കുന്ന അറേഞ്ച് മാരേജ് ഉള്ളവർക്ക് കല്യാണം ശരിയാവാത്തൊരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ഞങ്ങളുടെ നാട്ടിലൊരു അത്യാവശ്യം അറിവും കാര്യങ്ങളും ഒരാൾ വരെ പറയണത്, നിങ്ങൾ പ്രണയിച്ചോളി, പക്ഷേ നമ്മുടെ മതത്തിൽ പെട്ടതാവണം എന്നാണ് പറയുന്നത്. ശരിക്കും പ്രണയിക്കാൻ തന്നെ പറയാൻ പാടില്ല. പക്ഷെ പെണ്ണിനെ കിട്ടാത്തതുകൊണ്ടാണ് നിങ്ങൾ ലവ് മാരേജ് ആയിക്കോളൂ, പക്ഷെ നമ്മുടെ മതത്തിൽ പെട്ടതാണ്, നമ്മുടെ പെണ്ണ് ആണിനെ, അല്ലാതെ ആണും പെണ്ണും തമ്മിലും ആകരുത്. ഇങ്ങനെയൊക്കെ ഒരു കണ്ടീഷനാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ലവ് മാരേജ് ആയാലും അറേഞ്ച് മാരേജ് ആയാലും കല്യാണം കഴിഞ്ഞിട്ട് പരസ്പരം പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് തന്നെ പോരുന്ന ഒരു കാലമാണ്. അല്ലാതെ പണ്ടത്തെ പോലെ എല്ലാം സഹിച്ച് നിൽക്കുന്ന ഒരു കാലമല്ല ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് പെണ്ണ് കെട്ടിയ എൻ്റെ കൂട്ടുകാരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് പൊരുത്തത്തോടു കൂടി നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടി ശ്രമിക്കുക. പെണ്ണ് കിട്ടാത്ത എല്ലാ എൻ്റെ സഹോദരന്മാർക്കും നല്ലൊരു പെണ്ണിനെ പടച്ച തമ്പുരാൻ തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ഭാര്യയെയും ഭർത്താവിനെയും തന്ന് നല്ലൊരു ദാമ്പത്യ ജീവിതം അല്ലാഹു തന്നിട്ട് അത് പരസ്പരം സ്നേഹമില്ലാതെ കലയിക്കുന്ന ഒരു ജീവിതമാക്കി നിങ്ങൾ മാറ്റരുത്. ദാമ്പത്യ ജീവിതത്തിലെ സുഖവും സന്തോഷവും കണ്ടെത്തി പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹിച്ചു പോവുകയാണെങ്കിൽ ഇതിലും വലിയൊരു സ്വർഗം, ഒരു സ്നേഹവീട് വേറെ എവിടെയും നമുക്ക് കിട്ടാനില്ല. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും പരസ്പരം പ്രണയിച്ച് ഞങ്ങളുടെ പ്രണയത്തിനിടയിലേക്ക് മറ്റാരെയും ഞങ്ങൾ കടന്നു വരാൻ സമ്മതിക്കില്ല എന്നൊരു വിചാരത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ ഇത്രയും നല്ലൊരു പ്രണയബന്ധം വേറെയില്ല. ആ പ്രണയബന്ധത്തിലേക്ക് മറ്റാരും കടന്നു വരികയുമില്ല. യഥാർത്ഥ പ്രണയബന്ധം ദാമ്പത്യ ജീവിതത്തിലെ പ്രണയബന്ധമാണ്. മറ്റു പ്രണയബന്ധങ്ങളെല്ലാം താൽക്കാലിക പ്രണയബന്ധങ്ങൾ മാത്രമാണ്. അത് അധികകാലം നീണ്ടു നിൽക്കില്ല. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിനെ വിള്ളലേൽപ്പിക്കും. നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ അത് തകർത്തു കളയും. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.